ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫ്ലൈ ഫ്രിക്കീസ്. ഇറ്റ്സ് മീ രേഷ്മ ഹിയർ. ഇന്ന് ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന്റെ അൺബോക്സിംഗ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ ഫേസ് കെയർ, അതായത് ഫേസ് റുട്ടീൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ അതും കുറെ റിസർച്ച് ഒക്കെ ചെയ്തിട്ട് മേടിച്ചേക്കുന്ന ഐറ്റംസ് ആണ്. ഒന്ന് നമ്മുടെ പേർപ്പിളിൽ നിന്നും പിന്നെ നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞ മാസം ഓഫർ വന്നപ്പോൾ ഡിസംബറിൽ ഞാൻ മേടിച്ചതാണ്. പക്ഷെ ഇപ്പോഴാണ് അൺബോക്സ് ചെയ്യുന്നതേ ഉള്ളൂ. സോ ഞാൻ അൺബോക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം വൺ ബൈ വൺ എന്തൊക്കെയാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് എന്നുള്ള പ്രൊഡക്ട്സ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ എന്റെ ആദ്യത്തെ പ്രൊഡക്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ലിപ് കെയർ ആണ് ഞാൻ ആദ്യം മേടിച്ചിരിക്കുന്നത്. നമ്മുടെ കോജിക് ആസിഡിൻ്റെത്. എനിക്ക് തോന്നുന്നു ഇത് 2 years ആയിട്ട് റണ്ണിങ് ആണ് കോജിക് ആസിഡിന്റെ എല്ലാ പ്രൊഡക്ട്സും. ഞാൻ ഇപ്പോഴാണ് അത് യൂസ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി ഞാൻ കുറെ റിസർച്ച് നടത്തി നോക്കി ഏതാണ് നമ്മുടെ ലിപ്സിനും ഫേസിനൊക്കെ ബെസ്റ്റ് എന്നുള്ളത്. ഇതിനു മുമ്പ് ഞാൻ പ്ലം യൂസ് ചെയ്ത് നോക്കിയിരുന്നു. അതിന്റെ വീഡിയോയും ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ബട്ട് എനിക്കത് പിന്നീട് അധികം വർക്ക് ആയില്ല. സോ അത് ഞാൻ ഡ്രോപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ന്യൂലി ഇത് യൂസ് ചെയ്ത് നോക്കാൻ കരുതി. കുറെ നാളത്തെ ഞാൻ പറഞ്ഞ പോലെ റിസർച്ചിന് ശേഷം സോ ഇത് യൂസ് ചെയ്തിട്ട് ഇതിന്റെ തന്നെ പ്രൊഡക്ട്സ് എല്ലാം യൂസ് ചെയ്തിട്ട് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഇതിന്റെ റിവ്യൂ ഇടുന്നതായിരിക്കും. സോ ആദ്യം വന്നിട്ട് ഇത് ലിപ് ബാം ആണ്. SPA 30 ഉള്ളത്. SPA 30 PA എന്ന് പറഞ്ഞിട്ടാണ്. ഇതിലെ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് മെയിൻ ആയിട്ട് കോജിക് ആസിഡ്, അത് 1% ആണ്. പിന്നെ വരുന്നത് ആൽഫ, അത് കഴിഞ്ഞിട്ട് ഹൈറോണിക് ആസിഡ് ആണ് വരുന്നത്. ഇത് നമ്മുടെ ലിപ്സില് പിഗ്മെന്റേഷൻസും ഡാർക്ക് ലിപ്സ് ഒക്കെ ലൈറ്റർ ആക്കാൻ വേണ്ടിട്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഈ ചാപ്ഡ് ആയിട്ടിരിക്കുന്ന ലിപ്സ്, അത് ബ്രോക്കൺ ആയി ഇരിക്കുമല്ലോ നമ്മുടെ ലിപ്സ് ഒക്കെ ഡ്രൈ ആയിട്ട്. അപ്പൊ കൂടുതൽ ഹൈഡ്രേറ്റഡ് ആക്കാനും ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞത്. മെയിൻലി നമ്മൾ പുറത്ത് സൺ എക്സ്പ്ലോററിൽ പോകുമ്പോൾ യൂസ് ചെയ്യേണ്ട ഒരു ഐറ്റം ആണ്. നമ്മൾ ശരിക്കും ലിപ്സിലും സെയിം സ്കിന്നിൽ എന്ത് കൊടുക്കുന്നു അത് തന്നെ നമ്മുടെ ലിപ്സിലും കൊടുക്കണം. മെയിൻ ആയിട്ട് നമ്മൾ സൺലൈറ്റിൽ പോകുമ്പോൾ ഇപ്പൊ നമ്മുടെ സ്കിന്നില് പിന്നെ നമ്മുടെ ലിപ്സിലും ഒക്കെ ഡാമേജ് വരുന്നത് സണ്ണിന്റെ എക്സ്പോസ് കൊണ്ടിട്ടാണ്. സോ നമ്മൾ മെയിൻ ആയിട്ട് സ്കിന്നിലും കൊടുക്കണം SPAയുടെ ഒരു ഇത്. ഇതാണ് നമ്മുടെ കുട്ടിക്ക് ലിപ് ബാം വന്നിട്ട്. ഇത് ഫ്രാഗ്രൻസ് ഫ്രീ ആണ്, പാരബിൻ ഫ്രീ ആസ് യൂഷ്വൽ. പിന്നെ ഞാൻ എന്നും പറയുന്ന പോലെ എല്ലാ പ്രോഡക്ട്സും നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാൻ. ഈവൻ ഞാൻ മേടിച്ചാൽ പോലും ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. സ്കിന്നിനൊക്കെ പെട്ടെന്ന് അലർജീസ് എല്ലാം ഉള്ളവരാണെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. ഞാൻ റെക്കമെൻഡ് ചെയ്തെന്ന് യൂസ് ചെയ്യാൻ നിൽക്കരുത്. പിന്നീട് അത് സ്കിന്നിലേക്കും ലിപ്സിലേക്കൊക്കെ ഇഷ്യൂസ് പോകും. അതുകൊണ്ടാണ്. സോ ഞാൻ ഇത് പൊട്ടിച്ച് കാണിച്ചു തരാം. ഞാനിത് യൂസ് ചെയ്തിട്ടില്ല, ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു റിവ്യൂ ഇടുന്നതായിരിക്കും. സോ ഇതാണ് SPA 30. ചെറിയ ഇതാണ് ഞാൻ മേടിച്ചത്. ഇങ്ങനെ ഇരിക്കും. ഒരു ഫ്രാഗ്രൻസ് ഒന്നും വരുന്നില്ല, ജസ്റ്റ് ഒരു ക്രീമിഷ് കളർ. ആക്ച്വലി നമ്മൾ ലിപ് ബാം യൂസ് ചെയ്യുമ്പോൾ കളർഡ് യൂസ് ചെയ്യരുതെന്ന് പറയും. ബിക്കോസ് ഒന്നും കൂടി നമുക്ക് പിഗ്മെന്റേഷൻ ഉണ്ടാവും. ഞാൻ മെയിൻലി കളർഡ് ലിപ് ബാംസ് ആണ് യൂസ് ചെയ്തിരുന്നത്. സോ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ലിപ് ബാംസ് എപ്പോഴും കളർലെസ് ആയിട്ട് ഉപയോഗിക്കണം. അതായത് വൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് പിന്നെ ഞാൻ ഓഫറിനാട്ടോ മേടിച്ചത്. നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചത്. ഫ്ലിപ്കാർട്ടിൽ നിന്നും പേർപ്പിളിൽ നിന്നും കൂടി മിക്സപ്പ് ആയിട്ടാണ് പ്രോഡക്ട്സ് ഒക്കെ മേടിച്ചത്. പ്രൈസ് കമ്പയർ ചെയ്തിട്ടാണ് ഞാൻ മേടിച്ചത് കേട്ടോ. സോ എനിക്ക് അന്നത്തെ പ്രൈസ് ഓർമ്മയില്ല. ഇതിനകത്ത് പാക്കിൽ കൊടുത്തേക്കുന്നത് 329 ആണ് വരുന്നത് ഈ പാക്കിന്. ഇത് വന്നിട്ട് 4.5 grams ആണ് ഈ ലിപ് ബാം വരുന്നത്. ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാന്നുള്ളതാണ്. അതായത് മോർണിംഗും നൈറ്റിലും യൂസ് ചെയ്യാം. ഈ സ്കിൻ കെയർ റുട്ടീൻ പോലെ തന്നെ ലിപ് കെയറും റുട്ടീൻ ആക്കാം. സോ നമുക്ക് പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാം. നമ്മൾ ഈവൻ വീട്ടിലിരിക്കുകയാണെങ്കിൽ പോലും ഹൈഡ്രേറ്റഡ് ഇത് മോയ്സ്ചറൈസ് ആകാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാന്നുള്ളതാണ്. ഞാനിപ്പോ ഇത് പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഇട്ടിട്ട് ഇതിന്റെ പുറത്ത് ലിപ്സ്റ്റിക് ഇടുക എന്നുള്ളത്. വെച്ചാൽ ഡയറക്റ്റ്ലി ഞാൻ ലിപ്സിലേക്ക് ലിപ്സ്റ്റിക് ഇടാറില്ല. ലിപ്സ് ഓൾറെഡി ഡാർക്ക് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ലിപ് ബാംസ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇടാറുള്ളൂ. സോ ഇനിയിപ്പോ ഇതായിരിക്കും ഞാൻ യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് വന്നിട്ട് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ്. സെക്കൻഡ് വന്നിട്ട് നമ്മുടെ കോജിക് ആസിഡിന്റെ തന്നെയാണ്. 2% സിറം ആണ് മേടിച്ചിരിക്കുന്നത്. ഇതാണ്. ഞാൻ ഇതിന്റെ എല്ലാം ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും അല്ലാതെ സൈഡിലുമായിട്ട് ഞാൻ കൊടുത്തേക്കാം ഡീറ്റെയിൽസ് ഒക്കെ. സോ അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും എല്ലാ കംപ്ലീറ്റ് ഡീറ്റെയിൽസും. ഇതും വന്നിട്ട് ഡേയും നൈറ്റും നമുക്ക് യൂസ് ചെയ്യാവുന്ന സിറമാണ്. അപ്പൊ ഞാനിതൊരു റുട്ടീൻ ആക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് മേടിച്ചിരിക്കുന്നത്. സോ ഇതിനകത്ത് എഴുതിയേക്കുന്നത് നമുക്ക് ഓൾ ടൈപ്പ് സ്കിന്നിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് എഴുതിയിരിക്കുന്നത്. ലൈക്ക് സെൻസിറ്റീവ് സ്കിന്നിനും യൂസ് ചെയ്യാം, ഡ്രൈ സ്കിന്നുകാർക്കും എല്ലാവർക്കും യൂസ് ചെയ്യാന്നാണ്. ബട്ട് എന്നാലും ഇതിന് ഞാൻ പറയുന്നു
ബിഫോർ നമ്മൾ പാച്ച് ടെസ്റ്റ് നടത്തിയേക്കുക. അത് കഴിഞ്ഞിട്ട് മാത്രം യൂസ് ചെയ്യുക. ഇത് യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ ആദ്യം നമ്മള് ഫേസ് വാഷ് ചെയ്യണം. അതിപ്പോ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫേസ് വാഷ് ഇട്ട് യൂസ് ചെയ്താലും മതി. ഞാൻ പക്ഷെ ഡെർമയുടെ തന്നെയാണ് ഞാൻ ഫേസ് വാഷ് ഒക്കെ മേടിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കംപ്ലീറ്റും ഒരു കോജിക്കിന്റെ ഐറ്റംസ് ആണ് മേടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വേറെ പ്രിഫർ ചെയ്ത് നമുക്ക് സൂട്ടാകുന്ന ഫേസ് വാഷും യൂസ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഫേസ് ക്ലെൻസ് ചെയ്യുക. അതിന്റെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ കോജിക് ആസിഡിന്റെ സിറം യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഒരു 4 to 5 minutes ഒക്കെ ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കേണ്ടത്. സോ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് യൂസ് ചെയ്യേണ്ടി വരുന്നത് മോയ്സ്ചറൈസർ ആണ്. അത് കഴിഞ്ഞ് അതും കുറച്ചു നേരം ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമ്മൾ സൺസ്ക്രീൻ ഇടാൻ പാടുള്ളൂ. ഇത് നമുക്ക് ഈ പറഞ്ഞ എല്ലാ ഐറ്റംസും നമുക്ക് ഡെയിലി മോർണിംഗും നൈറ്റ് റുട്ടീനായിട്ട് യൂസ് ചെയ്യാം. സോ പുറത്ത് പോകുന്ന മുമ്പ് നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് സൺസ്ക്രീനും ഇട്ടിട്ട് പുറത്തു പോവുക. അപ്പൊ പിന്നെ അത്ര നമുക്ക് സ്കിന്നിലേക്ക് സൺബേൺ ഒക്കെ കുറയ്ക്കാന്നാണ് എഫക്റ്റ് ആകുന്നത്. ആക്ച്വലി ഇത് നമുക്ക് ശരിക്കും യൂസ് ചെയ്യുന്നത് പിഗ്മെന്റേഷൻസ്, ഡാർക്ക് സ്പോട്ട്സ്, പിന്നെ എന്താ പറയാ പിമ്പിൾസ് വന്നവർക്ക് മാർക്കൊക്കെ ഉണ്ടാവുമല്ലോ, അതിനൊക്കെ വേണ്ടി മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയന്റ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ എനിക്ക് പുറത്ത് പോയിട്ട് ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യാതെ പോയിട്ട് ഒരു സൺബേണിന്റെ ചെറുതായി വന്നിട്ടുണ്ട് സ്കിന്നില്. സോ അത് പോകുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഞാൻ ഇതെല്ലാം റിവ്യൂ ഇടുന്നതായിരിക്കും. സോ ഇതും ഫ്രാഗ്രൻസ് ഇല്ല എന്നാണ് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ലൈറ്റ് വെയിറ്റും ആണ് സംഭവം. അവര് വാട്ടറി കണ്ടന്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. സഡൻ ഒബ്സർവിംഗ് ആണെന്നാണ് പറയുന്നത്. സ്മെല്ലൊന്നുമില്ല, ജസ്റ്റ് ഒരു വാട്ടറി, ഒരു കൂളിംഗ്, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പെട്ടെന്ന് തന്നെ കാണാൻ പറ്റില്ല, ഇത് പെട്ടെന്ന് തന്നെ ഇത് ഒബ്സർവ് ആയിട്ടുണ്ട് സ്കിന്നിലേക്ക്. സോ നമ്മൾ ഇതേപോലെയൊക്കെ തന്നെ നമ്മൾ സ്കിന്നിലൊക്കെ ഒന്ന് ഇട്ട് ടെസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. സോ ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ 2%, നമുക്ക് കോജിക് ആസിഡ് വന്നിട്ട് 1 to 4% ആണെന്നാണ് എന്റെ വിശ്വാസം യൂസ് ചെയ്യാവുന്നത്. ഞാനിപ്പോ മേടിച്ചിരിക്കുന്ന 2% കോജിക് ആസിഡിന്റെ കണ്ടന്റ് ആണ് മേടിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഈ ഡാർക്ക് സർക്കിൾസിനെയും എല്ലാം കൂടുതൽ ഇത് ചെയ്തിട്ട് ഇതുകൊണ്ട് നമുക്ക് മാറ്റി നമ്മുടെ ഈവൻ സ്കിൻ ടോൺ ആക്കാൻ പറ്റുമെന്നാണ് കുറെ യൂട്യൂബിലും ഒക്കെ പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നതും എന്റെ എൻക്വയറി ചെയ്തപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഈ പ്രൊഡക്റ്റ് വന്നിട്ട് നമുക്ക് ഫ്ലിപ്കാർട്ട്, പേർപ്പിളിലും നൈക്കയിലും എല്ലായിടത്തും അവൈലബിൾ ആണ്. ഡെർമയുടെ നേരിട്ടുള്ള സൈറ്റിൽ നിന്ന് വരെ അവൈലബിൾ ആണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. ഇതും ഓഫറിന് തന്നെ മേടിച്ചാണ്. ഇതിന്റെ ആക്ച്വൽ പ്രൈസ് വന്നിട്ട് 249 ആണ്. ഇത് വന്നിട്ട് 10 ml ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ സാമ്പിൾ പോലെ ടെസ്റ്റ് ചെയ്യേണ്ടതുകൊണ്ടാണ് എല്ലാം ചെറുത് എടുത്തിരിക്കുന്നത് കേട്ടോ. സോ ഇത് ഞാനൊരു 10 ml ആണ് എടുത്തിരിക്കുന്നത്. ബോട്ടിൽ വന്നിട്ട് ഇത്രേ ഉള്ളൂ. കാണാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിവേ ഞാൻ പിക്ചറും ഡീറ്റെയിൽസും കൂടി നമ്മുടെ വീഡിയോയിൽ കൊടുത്തേക്കാം. ബിക്കോസ് ഞാൻ കൂടുതൽ ഇതിന്റെ കണ്ടന്റ്സ് വായിക്കാൻ നിന്ന ഹെവി ആയിപ്പോവും, ലോങ് ആയിപ്പോവും വീഡിയോ. അപ്പൊ അത് ഷോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ടേക്കാന്ന് പറഞ്ഞ അതിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റും. സോ നമുക്കിനി അടുത്ത പ്രൊഡക്റ്റിലേക്ക് പോകാം. നമ്മുടെ നെക്സ്റ്റ് വന്നിട്ട് ഒരു ഫേസ് വാഷ് ആണ്. അത് കോജിക്കിന്റെ ആണ്. ഞാൻ അത് എടുത്തിരിക്കുന്ന ഒരു 1% ആണ്. ഇതാണ് വരുന്നത്. അതിന്റെ വേറെ കവേഴ്സ് ഒന്നുമില്ല, ഇങ്ങനെ തന്നെയാണ് വരുന്നത്. സോ ഇതിനകത്ത് വന്നിട്ട് ആദ്യം 1% കോജിക്കുണ്ട്, പിന്നെ 1% നിയാസിനമൈഡ് ഉണ്ട്, പിന്നെ പ്ലസ് ആൽഫ ആട്രിബ്യൂനും ഉണ്ട്. ഇങ്ങനെ തന്നെയാണ് പറയുന്നതെന്നാണ് എന്റെ വിശ്വാസം. ഞാനിതിൽ വലിയ ഇതല്ല, അതുകൊണ്ടാണ് ഞാൻ പേരൊക്കെ പ്രൊണൗൺസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മിസ്റ്റേക്സ് വന്നെന്നിരിക്കും. ഞാൻ കറക്റ്റ് ആയിട്ടുള്ളത് കൊടുത്തേക്കാം. ഇത് വന്നിട്ട് നമുക്ക് സൾഫേറ്റും പാരഫിൻ ഫ്രീ ആണ്. ഞാൻ എല്ലാ കണ്ടന്റ്സും അത് വായിച്ചിട്ട് എടുക്കാറുള്ളൂ ആക്ച്വലി. ബിക്കോസ് ഇപ്പൊ ഈ വന്ന ടൈമിലൊക്കെ നമുക്ക് അറിയാം ഓരോരോ ഇഷ്യൂസ് ഒക്കെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം നിങ്ങൾ എന്തെടുത്താലും നമ്മൾ കണ്ടന്റ് വായിച്ചു നോക്കുക. ഈ ഇങ്ങനത്തെ ഇതൊക്കെ എന്താ കട്ടിൽ ഫ്രീ അത് ഇത് എന്നൊക്കെ പറഞ്ഞ കുറെ സംഭവം എഴുതിയിട്ടുണ്ടാവും. സോ നമ്മൾ അത് വായിച്ചിട്ട് വേണം ഇതൊക്കെ പ്രിഫർ ചെയ്തെടുക്കാൻ. ഇതും പറഞ്ഞ പോലെ നമ്മൾ എല്ലാ സ്കിന്നിനും ചേരുമെന്നാണ് പറയുന്നത്. പിന്നെ ഫേസ് വാഷ് ആകുമ്പോൾ അത്ര അലർജറ്റിക് ആവാൻ ചാൻസ് ഇല്ല. ഇനി ഉള്ളവരുണ്ടാവും മേ ബി, എനിക്ക് അങ്ങനെ ഇല്ല. സോ ഇതും ഞാൻ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെതും കണ്ണിന് ചെറുതാണ് മേടിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് മോർണിംഗ് ഈവനിങ് ആസ് യൂഷ്വൽ ഫേസ് വാഷ് യൂസ് ചെയ്യാനാണ്. ഇതിന് പ്രത്യേകിച്ച് വേറെ ഇതൊന്നുമില്ല. ഇത് നമുക്ക് ഡാർക്ക് സ്പോട്ട്സും പിഗ്മെന്റേഷനൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കണ്ടന്റ് ആണെന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇത് വന്നിട്ട് 100 ml ആണ് ഫേസ് വാഷ് വന്നിട്ട്. ഇതിന്റെ റേറ്റ് ഇതിനകത്ത് വരുന്നത് 299 ആണ്. ഞാൻ ഇതെല്ലാം ഹാഫ് പ്രൈസിലാണ് മേടിച്ചിരിക്കുന്നത്. സോ ഇതായിരുന്നു നമ്മുടെ പ്രൊഡക്റ്റ് വന്നിട്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് എടുക്കാം. അടുത്തത് വന്നിട്ട് ഡെർമക്കോയുടെ തന്നെയാണ്. മോയ്സ്ചറൈസർ ആണ് മേടിച്ചിരിക്കുന്നത്.
ഇതിൽ വന്നിട്ട് വൈറ്റമിൻ സി ഒക്കെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമ്മുടെ കോജിക് ആസിഡ് സിറത്തിലൊക്കെ വൈറ്റമിൻ സി ഒക്കെ അവൈലബിൾ ആണ്. ഇതിനകത്തും അതേപോലെ തന്നെ മോയ്സ്ചറൈസറിനകത്ത് വൈറ്റമിൻ സി ഉണ്ട്. ഇത് നമുക്ക് ഡെയിലി ഡേ ആൻഡ് നൈറ്റ് യൂസ് ചെയ്യാന്നാണ്. ഈവൻ നമ്മൾ പുറത്ത് പോയിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ റുട്ടീൻ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. സോ ഇതിനകത്ത് വന്നിട്ട് വൈറ്റമിൻ സി, പെന്റാവിറ്റിൻ പ്ലസ് ഗ്ലിസറിൻ ആണ് കണ്ടൻസ് വരുന്നതിനകത്ത്. ഇതും വന്നിട്ട് പാരബൻ ഫ്രീയും പിന്നെ സൾഫേറ്റ് ഫ്രീ ഒക്കെയാണ് വരുന്നത്. ഇതിന്റെ ഇത് വന്നിട്ട് 100 ഗ്രാംസിന്റെയാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 349 ആണ്. സോ ഇത് നമുക്ക് ഒരു റുട്ടീനായിട്ട് യൂസ് ചെയ്യാം. ആദ്യം നമുക്ക് ഫേസ് വാഷ്, പിന്നെ സിറമാണ് നമ്മുടെ മെയിൻ ഇത് ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ മാറ്റാനുള്ള ഒരു ഇത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മോയ്സ്ചറൈസർ ഇടാം. മോയ്സ്ചറൈസർ കഴിഞ്ഞിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. സോ 4 സ്റ്റെപ്സ് ആയിട്ട് വേണം നമ്മൾ ഡേയും നൈറ്റും യൂസ് ചെയ്യാനായിട്ട്. അപ്പൊ അതൊരു റുട്ടീൻ ആക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ സ്കിന്നിനെ റിപ്പയർ ചെയ്യാനും സ്കിന്നെ നല്ല ഗ്ലോയി ആക്കി വെക്കാനും ഒക്കെ, ഐ മീൻ ആന്റി ഏജിങ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ബെസ്റ്റ് ആയിരിക്കും. സോ ഇതാണ് നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട് സൺസ്ക്രീന്. ഇത് ഡെർമയുടെ തന്നെയാണ്. ഇത് SPA 50 PA++ ഒക്കെയാണ്. ഇത് ഞാൻ ചെറിയ പാക്ക് മേടിക്കാൻ കാരണം ഞാൻ ഇത് ഫസ്റ്റ് യൂസ്, ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം ഞാൻ ഫസ്റ്റ് യൂസ് ആണ്. സോ ഓൾറെഡി ഞാൻ യൂസ് ചെയ്തിരുന്ന ലാക്മിയും പിന്നെ ഡോട്ട് ആൻഡ് കീയുടെ ഒക്കെ ആയിരുന്നു സൺസ്ക്രീൻ യൂസ് ചെയ്തിരുന്നത്. അപ്പം ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാന്ന് കരുതി മേടിച്ചതാണ്. ഇതിനൊക്കെ നല്ല റേറ്റിംഗ് നമ്മുടെ എല്ലായിടത്തും പറയുന്നുണ്ട്, നല്ല അടിപൊളി ഇതാണെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇത് മേടിച്ചത്. ഞാൻ പക്ഷെ സെലക്ട് ചെയ്തത് അക്വാ ജെൽ എന്നുകൊണ്ടാണ്. അതായത് നോൺ സ്റ്റിക്കി ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് അക്വാ ജെല്ലിന്റെ സൺസ്ക്രീൻ ഞാൻ മേടിച്ചത്. ഇതിനകത്ത് വന്നിട്ട് 1% ഹൈഡ്രോളിക് ആണ് വരുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ ഫ്രാഗ്രൻസ് ഇല്ല, പിന്നെ പാരബൻ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്. അങ്ങനത്തെ കണ്ടന്റ് ഉള്ളതാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഐ മീൻ അങ്ങനത്തെ കണ്ടന്റ് ഇല്ലാത്തതാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. സോ ഇതും യൂസ് ചെയ്ത് നോക്കണം എങ്ങനെ ഉണ്ടെന്നുള്ള, സ്റ്റിക്കി ആയിരിക്കോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ ഇത് വന്നിട്ട് 30 ഗ്രാമിന്റെയാണ് ഞാൻ മേടിച്ചത്. 30 ഗ്രാം എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 299 വരുന്നുണ്ട് ഇതിന്റെ റേറ്റ്. അത്യാവശ്യം ഈ പ്രൊഡക്ട്സ് ഒക്കെ നല്ല റേറ്റ് ഉള്ള ഒരു ഇതാണ്. നമ്മളപ്പോ എപ്പോഴും മേടിക്കുമ്പോൾ ഏതെങ്കിലും നൈക്ക അപ്പൊ അങ്ങനെയുള്ള കുറെ സൈറ്റ്സ് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ മേടിക്കാൻ. ബിക്കോസ് ഓരോ സ്ഥലത്തും ഓരോ റേറ്റിംഗ് ആയിരിക്കും പോകുന്നത്, ഓഫേഴ്സും പോകുന്നുണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് മേടിക്കുമ്പോൾ നമുക്ക് കുറച്ച് ലെസ് പ്രൈസിൽ കിട്ടും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു 30 ഗ്രാംസിന് തന്നെ വരും 299. ബിക്കോസ് ഓൾമോസ്റ്റ് എല്ലാ സൺസ്ക്രീനും നല്ല എക്സ്പെൻസീവ് വരുന്നത്. അത്യാവശ്യം നല്ല ബ്രാൻഡിനൊക്കെ നല്ല എക്സ്പെൻസീവ് വരുന്നത്. പിന്നെ ഡെർമാക്കോയുടെ എല്ലാം ഡെർമറ്റോളജിസ്റ്റ് ടെസ്റ്റഡ് ആണെന്ന് അതിനകത്ത് പ്രത്യേകം പറയുന്നുമുണ്ട് കേട്ടോ. സോ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കട്ടെ എങ്ങനെയാണ്. ഫേസ് വാഷും മോയ്സ്ചറൈസറും ഞാനൊന്ന് ജസ്റ്റ് തുറന്ന് കാണിക്കാം. ഫേസ് വാഷ് ആസ് യൂഷ്വൽ അറിയാം, സ്മെല്ലൊന്നും വരുന്നില്ല. ലെറ്റ്സ് സീ. സ്മെല്ലൊന്നും വരുന്നില്ല, ജസ്റ്റ് സ്റ്റിക്കി ആയിട്ടൊന്നും വരുന്നില്ല. ജസ്റ്റ് ഒരു ഇത് മാത്രമേ ഒരു കാണാൻ പറ്റില്ലായിരിക്കും മിക്കവാറും. ജസ്റ്റ് ഒരു ഷൈനിങ് പോലെ ഇരിക്കുന്നു, അത്രേ ഉള്ളൂ. പെട്ടെന്ന് ഒബ്സർവ് ആവുന്നുണ്ട്. സ്റ്റിക്കിനെസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഇനിയിപ്പോ ഫേസിലിടുമ്പോ എങ്ങനെയാണെന്ന് അറിയില്ല. സോ അങ്ങനെ ഞാൻ അതേപോലെ നമ്മുടെ മോയ്സ്ചറൈസറിനെ ഒന്ന് കാണിച്ചു തരാം. മോയ്സ്ചറൈസറും വന്നിട്ടൊരു ജെൽ ഫീലിലാണ് ഇരിക്കുന്നത്. അതിന് സ്മെല്ലൊന്നുമില്ല, ഒന്നും നമ്മൾ ഇട്ടതായിട്ട് അറിയുന്നേ ഇല്ല. അതും ജസ്റ്റ് ഒന്ന് ഇട്ടപ്പോഴത്തേക്ക് ഒബ്സർവ് ആയി പോയിട്ടുണ്ട്. രണ്ടും ഒരു ജെൽ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ ഭയങ്കര ക്രീമി ആയിട്ടൊന്നുമല്ല ഇരിക്കുന്നത്. സോ മേ ബി നമ്മുടെ ഫേസിലിടുമ്പോ അത് ഓക്കെ ആയിരിക്കും. സോ ഇതൊക്കെയാണ് എന്റെ മെയിൻ ഫേസിലിടുന്ന പ്രോഡക്ട്സ് വന്നിട്ട്. അതായത് ആദ്യത്തത് ഒരു ഫേസ് വാഷ് ഉണ്ട്, പിന്നെ ഒരു സിറം ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞ് മോയ്സ്ചറൈസർ, പിന്നെ വന്നിട്ട് നമ്മുടെ സൺസ്ക്രീൻ. ഇതാണ് നമ്മൾ റുട്ടീനായിട്ട് ഡേ ആൻഡ് നൈറ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പ്രത്യേകം നോക്കിയാണ് എടുത്തത്. ഈവൻ സിറം വരെ ഡേ ആൻഡ് നൈറ്റ് യൂസ് ചെയ്യാന്നുള്ളത് അതിനകത്ത് എഴുതിയിട്ടുമുണ്ട്. സിറത്തിനകത്ത് ഡേ ആൻഡ് നൈറ്റ് നമുക്ക് യൂസ് ചെയ്യാന്നുള്ളത്. ചിലവർ ചിലപ്പം ഡെയിലി വേറെയും നൈറ്റിൽ വേറെ റുട്ടീൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ ഞാൻ അത് ഒഴിവാക്കിയിട്ട് രണ്ടും ഒരേപോലെ യൂസ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറഞ്ഞത് എനിക്കിത് ഡേ ആൻഡ് നൈറ്റ് യൂസ് ചെയ്യാന്നുള്ള കൺസെപ്റ്റിലാണ് ഞാൻ ഇത് പോകുന്നത്. അല്ല പിന്നെ ഇനി വേറെ പിന്നീട് ഒരു സ്കിന്നിന് ഒരു ഇഷ്യൂ വരണ്ടെന്നതിനാണ് ഒരേ പ്രൊഡക്റ്റ് തന്നെ യൂസ് ചെയ്ത് പോവാന്ന് കരുതിയത്. പിന്നെ ഞാൻ നോർമലായിട്ട് ഒരു ജസ്റ്റ് ട്രൈക്ക് വേണ്ടി മേടിച്ചതാണ്. ആൽപ്സ് ഗുഡ്നസിന്റെ റോസ്മേരി വാട്ടർ. എല്ലാരും യൂസ് ചെയ്തിപ്പോ വേറെ ഇതിലേക്ക് പോയിട്ടുണ്ടോ? ഞാൻ യൂസ് ചെയ്യാൻ വന്നിട്ടേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഞാൻ ഇത്ര നാളും റോസ്മേരിയുടെ
വാട്ടർ വീട്ടിൽ തന്നെയായിരുന്നു റെഡിയാക്കുന്നത്. സോ ചുമ്മാ ഒരു ഇത് കണ്ടപ്പം ഇതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് കരുതിട്ട് ജസ്റ്റ് ഒന്ന് മേടിച്ചതാണ്. ഇത് വന്നിട്ട് ഇതിനകത്തും സിലിക്കോൺ ഫ്രീ, സൾഫേറ്റ്, പാരബിൻ എല്ലാം ഫ്രീ ആണെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് വന്നിട്ട് ജസ്റ്റ് ഒരു 100 ml ആണ് മേടിച്ചിരിക്കുന്നത്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 230 ആണ്. ഞാൻ അതും ചെറുതാണ് മേടിച്ചത്. ജസ്റ്റ് ഒന്ന് ട്രൈ ആക്കാം എന്ന് കരുതിട്ട് മേടിച്ചതാണ് കേട്ടോ. പിന്നെ വേറൊരു ഇതും കൂടി മേടിച്ചിട്ടുണ്ട് ഞാൻ. നമ്മുടെ ഡെർമോഡോക്കിന്റെ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് മേടിച്ചിരിക്കുന്നത്. അതായത് നമ്മളുടെ അണ്ടർആംസിലും പിന്നെ നമ്മുടെ കൈമുട്ടിന്റെ ഇവിടെയും അല്ലെ കാൽമുട്ടിലൊക്കെ ഡാർക്ക്നെസ് ഉണ്ടാവുമല്ലോ, അപ്പൊ അത് പോവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് മേടിച്ചിരിക്കുന്നത്. എന്തോരം വരെ വർക്ക്ഔട്ട് ആവുമെന്ന് എനിക്കറിയില്ല. ഇതും ഞാൻ ഭയങ്കര ഡീപ്പായിട്ട് കണ്ടിട്ട് ഒന്ന് ട്രൈ ആക്കാന്ന് കരുതി മേടിച്ചതാണ്. അണ്ടർആംസിലൊക്കെ യൂസ് ചെയ്യാലോ എന്ന് കരുതിയിട്ട്. സോ നല്ല പാക്കിംഗ് ഒക്കെയാണ് വരുന്നത്. നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടാണ് നമുക്ക് പാക്കിംഗ് വരുന്നത്. ഇതും തിരിച്ചോണം. സോ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നല്ല പാക്കിംഗ് ആണ്. കുട്ടിക്കാണ് ഞാൻ ഇത് മേടിച്ചത്. എനിക്ക് ഇത് ഫസ്റ്റ് ട്രൈ ആയതുകൊണ്ട് വെറുതെ വലുത് മേടിച്ച് ഇത് ചെയ്യണ്ടല്ലോ എന്ന് കരുതി. ഇതാണ് ആക്ച്വൽ വരുന്നത്. ഇതൊരു വാട്ടർ കണ്ടന്റ് തന്നെയാണ്. ഇത് വന്നിട്ട് 5% ഗ്ലൈക്കോളിക് ആസിഡ് ആണ് വരുന്നത്. ഇതിനകത്ത് എഴുതിയേക്കുന്ന ബ്രൈറ്റൻ സ്കിൻ, ട്രീറ്റ്സ് ഡിസ്കളറേഷൻസ് എന്നൊക്കെയാണ് എഴുതിയേക്കുന്നത്. സോ ട്രൈ ചെയ്ത് നോക്കട്ടെ എങ്ങനെ എത്ര വരെ ഇത് വർക്ക്ഔട്ട് ആവുന്നുള്ള. എന്നിട്ട് ഞാനും എടുത്തതായിരിക്കും ഇതിനെ കുറിച്ച്. ഇതിനകത്ത് സ്പെഷ്യലി എഴുതിയിട്ടുണ്ട് ഓൾ ടൈപ്പ് ഓഫ് സ്കിൻസ് എന്ന്, അണ്ടർആം ട്രീറ്റ്മെന്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിന്റെ വേറൊരു വേരി ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇതിലാണ് കൂടുതൽ അഭിപ്രായം കണ്ടത്. സോ ഞാൻ അതുകൊണ്ടാണ് ഇത് ട്രൈ ചെയ്യാന്ന് കരുതിയത്. ഇത് വന്നിട്ട് 225 ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട്. ജസ്റ്റ് ഒരു 55 ml ബോട്ടിലാണ് മേടിച്ചിരിക്കുന്നത്. സോ ഇതും ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ എല്ലാ പ്രൊഡക്ട്സും ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതും അതേപോലെ തന്നെയാണ്. പിന്നെ ഹെയർ സ്പ്രേ മാത്രം നമുക്ക് ഓൾറെഡി യൂസ് ചെയ്യാം, അത് ഡിപ്പെൻസ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അത് മേടിച്ചിരിക്കുന്നത്. സോ ഒരു കാർമസയുടെ ഫേഷ്യൽ ഷേവിംഗ് ക്രീമും കൂടി മേടിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ ഓൾറെഡി ഒരു പ്രാവശ്യം പ്രൊഡക്റ്റും അതിന്റെ ഡീറ്റെയിൽസും ഇട്ടിട്ടുള്ളതാണ്. ഞാൻ അതിന്റെ ഇതും കൂടി പിൻ ചെയ്ത് കൊടുത്തേക്കാം. അപ്പൊ അതും ജസ്റ്റ് ഒന്ന് ഓഫറിൽ കണ്ടപ്പോൾ ഞാൻ മേടിച്ചാണ്. ഞാനത് എല്ലാ മന്തിലും യൂസ് ചെയ്യുന്നതാണ്. നല്ല പെർഫെക്റ്റ് ആണ്. നമ്മുടെ ഫേഷ്യൽ ഹെയർസ് കളയാൻ, ഈവൻ ഐബ്രോസിന് വേണ്ടിയിട്ട് നമുക്ക് ബെസ്റ്റ് ആണ്. ബിക്കോസ് നമ്മളിപ്പോ ഐബ്രോസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും ക്രീംസ് എന്തെങ്കിലും തേക്കാതെ ഇടാതെ നമ്മൾ അതിന്റെ ബ്ലേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വല്ല റാഷസ് അല്ലെങ്കിൽ കട്ടിങ് ഒക്കെ ഉണ്ടാവും. സോ ഇതിട്ടിട്ടാണെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം. ഇത് ബിഫോറും ആഫ്റ്ററും യൂസ് ചെയ്യുന്നതാണ്. ബിഫോർ ഷേവിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും, പിന്നെ ആഫ്റ്റർ ഷേവിങ്ങിന് ശേഷം നമ്മൾ ഇത് ഇടുന്നതായിരിക്കും. ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. സോ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത്. പിന്നെ ഞാൻ മേടിച്ചത് ആസ് യൂഷ്വൽ നമ്മുടെ ഒരു വാട്ടറി കളർ ആയിട്ടുള്ള ഒരു നെയിൽ പോളിഷ് ആണ്. ഇത് വന്നിട്ട് പ്ലമ്മിന്റെ ആണ്. ആക്ച്വലി ഇതില് കുറെ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ഫ്രീ, ഇത് ഫ്രീ എന്ന് പറഞ്ഞ് എനിക്ക് ആക്ച്വലി എന്തൊക്കെയാന്ന് പറയാനായിട്ടുള്ള അറിഞ്ഞൂടാത്തോണ്ടാണ്. സോ വേഗനോ അങ്ങനെയൊക്കെ പറയാം. അപ്പൊ അങ്ങനത്തെ ഇതാണ്, കെമിക്കൽ ഫ്രീ ആയിട്ടുള്ളതാണ്. എന്തൊക്കെയായാലും കെമിക്കൽ ഉണ്ടാവും, ബട്ട് എന്നാലും മറ്റുള്ള ഒരു ഇതിനെക്കാട്ടി എക്സെപ്ഷനെക്കാട്ടി നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളൊരു പ്രൊഡക്റ്റ് ആണിത്. അപ്പൊ ഞാൻ നെയിൽ പോളിഷ് ഇടുമ്പോൾ ഇത് ഫസ്റ്റ് കോട്ടിംഗ് ആയിട്ട് അടിക്കും, പിന്നെ ഇട്ട് കഴിഞ്ഞിട്ട് സെക്കൻഡ് കോട്ടിംഗ് ആയിട്ടും അടിക്കും. ഇത് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഞാൻ ഈ നെയിൽ പോളിഷ് വന്നിട്ട് പ്ലമ്മിന്റെ. നല്ലതാണിത്. അപ്പൊ നമ്മുടെ നെയിൽസിനൊന്നും ഒരു കളേഴ്സോ ഒന്നും നമ്മുടെ നെയിൽസിനെ ഹാം ചെയ്യത്തില്ല. അതുകൊണ്ടാണ് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. സോ ഞാൻ ഈ പ്രൊഡക്ട്സിന്റെ ലിങ്ക് എല്ലാം എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ പ്ലീസ് ചെക്ക് ഇറ്റ് ഔട്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ അതിനകത്തൊന്ന് സെലക്ട് ചെയ്ത് മേടിക്കാവുന്നതാണ്. സോ ഇതിന്റെ ഒരു നെക്സ്റ്റ് റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതുമായിരിക്കും. സോ ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.